നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനായി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി, ദീപാദാസ് മുൻഷി എന്നിവരുമായി കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു. വിഷ്ണുപ്രസാദ് ഡൽഹിയിൽ നിന്നും ചെന്നുണ്ട്. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. യോഗത്തിൽ കേരളത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ACC മറ്റ് പ്രതിനിധികൾ ആരൊക്കെയാണ്? രജീഷ്, നാളെ നടക്കാൻ പോകുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് മുന്നോടിയായാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതും മുന്നോട്ട് വെക്കാനുള്ള പട്ടിക സീറ്റുകളിൽ സമവായത്തിലെത്തുന്നതും സംബന്ധിച്ച് ചർച്ചകൾക്കുമാണ് ഇന്നിപ്പോൾ ഇവിടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നിട്ടുള്ളത്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരും കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ചാണ് യോഗം ചേരുന്നത്. എന്തായാലും ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോടും ഈ സീറ്റുകൾ സംബന്ധിച്ച് ചർച്ചയിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്നത് നേതാക്കൾ വിശദീകരിച്ചേക്കാം. പ്രധാനമായും കേരളത്തിലെ സിറ്റിംഗ് സീറ്റുകളിൽ MLA മാരെ മത്സരിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇനിയും 2 സീറ്റുകളിൽ കൂടി ധാരണയാകാനുണ്ട്. അത് പ്രധാനമായും വരുന്നത് സുൽത്താൻ ബത്തേരിയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരുമാണ്. അതിൽ പെരുമ്പാവൂർ സീറ്റ് ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളി നിലനിർത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ സുൽത്താൻ ബത്തേരി സീറ്റിൽ ഉൾപ്പെടെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തേണ്ടതുണ്ട്. ഇത് കൂടാതെ ഏകദേശം 50ഓളം സീറ്റുകളിൽ ഒരു ധാരണയിലേക്ക് എത്താനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് മുന്നോടിയായി കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലെല്ലാമുള്ള പ്രാഥമിക ചർച്ച ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരുപക്ഷെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് മുന്നോടിയായി നേതാക്കൾ വീണ്ടും AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും.